ശരിക്കും ആരാ അയാള്? മീര വല്ലതും പറഞ്ഞു? മീരയുടെ സീനിയറാ, കോളേജിൽ അവർ ഒരുമിച്ച് പഠിച്ചതാ. എന്ന് വെച്ചാൽ അയാൾക്ക് ഇവിടെ എന്താ കാര്യം? ഷടാ, കോളേജിലെ സീനിയേഴ്സ് വരണോടത്തും പോണോടത്തും ഒക്കെ പിന്നാലെ നടക്കൂ. മീരയുടെ അച്ഛൻ അയാളെ വലിയ കാര്യമാണ്, സുഖാന്വേഷണത്തിന് വന്നായിരിക്കും. ഇത് സുഖാന്വേഷണത്തിനൊന്നും വന്നതല്ല, ഇത് പാരയാ, കട്ട പാര. ഏയ്, അവരൊരുമിച്ച് പഠിച്ചതും വളർന്നു നോക്കല്ലേ, വരാതിരിക്കോ, കാണാതിരിക്കോ? ഒന്ന് പോടാ, ഇത് കേസ് വേറെയാ മോനെ. എനിക്ക് തോന്നണില്ല അവര് ഫ്രണ്ട്സ് മാത്രമാണെന്ന്. ഇത് കൈവിട്ട് പോയടാ. നീ കളം മാറ്റി ചവിട്ടിക്കോ. കൽക്കത്തയിലൊക്കെ വളർന്നവരാ അവര്, വിട്ട് കളയടാ. സൂക്ഷിച്ച് സംസാരിക്കടാ. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? മീരയ്ക്ക് ഇവൻ വെറും ഒരു നേരം പോക്ക് മാത്ര. ഒരു അവധിക്കാല ഫ്രണ്ട്ഷിപ്പിനെ സീരിയസ് ആക്കി എടുത്ത് ഇവനെ പറഞ്ഞാൽ മതിയല്ലോ. ഇത് വെറും ഒരു വെക്കേഷൻ ഇവന്റ്. ഇട്ടറിച്ച് പോയില്ലേ ഓപ്പലാസ്ട്രയില്, അതാടാ അവര് തമ്മിലുള്ള ബന്ധം. അത് ഒറിജിനൽ, ഇത് ഡൂപ്പ്. നീ എന്തിനാ ചൂടാവുന്നത്? കേൾക്കുമ്പോ വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഈ വർഗത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ലടാ. അവള് പോട്ടടാ. മിണ്ടില്ല, എനിക്ക് കേൾക്കണം പൊളി ഫിലോസഫി. വിശ്വസിക്കാൻ കൊള്ളില്ലെങ്കിൽ ഞാൻ സഹിച്ചു. ഓക്കെ, കേറിയിട്ട് പോവാം. ആരെയും പരിചയപ്പെട്ടില്ലല്ലോ. പിന്നെ ഒരിക്കലാവട്ടെ, നമ്മൾ വളരെ ലേറ്റായി. ഹായ്, ബൈക്കിൽ ചെത്തി നടക്കാം ഫുൾ ടൈം. ടേക്ക് യുവർ ഫ്രണ്ട്. ഓ, ഞാൻ മറന്നു, നാളെ കൃത്യം 10 മണി റിസോർട്ടിലെത്തുമല്ലോ. ആ, ടേക്ക് യുവർ ഓൺ ടൈം. എല്ലാം ചേർത്ത് വെച്ചൊരു തീരുമാനം, അതിന് വൈകണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ, റോങ് നമ്പർ. ഗുഡ് നൈറ്റ്. വന്നു. എവിടെയായിരുന്നു ഇതുവരെ? ടൗണില് ഷോപ്പിംഗ്. രാവിലെ തൊട്ട് ഇതുവരെ ഷോപ്പിങ്ങോ? നിനക്കൊന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ? ബൈക്ക് വാങ്ങി തന്നപ്പോഴേ തുടങ്ങിയതാ മനുഷ്യന്റെ ടെൻഷൻ. ഇവളെയും കൂട്ടിപ്പോയി നിന്റെ തലയില്ലാത്ത സ്പീഡുമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വേണ്ട സമാധാനം പറയാൻ. അതെ, ഉത്തരവാദിത്തമുള്ളവർക്കേ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. അളിയൻ പറഞ്ഞതിലിപ്പോ എന്താ തെറ്റ്? അതെ, പ്രായമായ പെൺകുട്ടിയാ. അത് നിനക്ക് ഓർമ്മയുണ്ടോ? അല്ല, നാട്ടുകാർ പറയണത് പോട്ടെ, നേരത്തെ വരാൻ ഇറങ്ങിയതാ ഞാൻ, കാരണോ താമസിച്ചത്? അത് പിന്നെ പറയാനുണ്ടോ? നിന്റെ കയ്യിലൊരു പത്രം കേട്ടല്ലോ. മതി, വിശന്ന് വലഞ്ഞു കാണും. ചെന്നു വല്ലതും കഴിക്കും മക്കളെ. കഴിച്ചു, വൈകിയപ്പോ ടൗണിൽ കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കയറിയിട്ടുണ്ടാവും, അതുകൊണ്ടാ നേരം വൈകിയേ. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ നിർബന്ധിക്കില്ലേ ഗൗതം? ഇന്ന് തന്നെ കണ്ടില്ലെങ്കിൽ എന്താ? നേരത്തെ പറയണ്ടേ? ഞാനിന്ന് ഫ്രീയാ. വാട്ട്സ് യുവർ പ്രോബ്ലം? അത് ഞാൻ പറ്റില്ലെങ്കിൽ അത് പറ. ഓക്കെ, ഞാൻ വരാം. കേറ്. ഹായ് മീര. ഹായ് ചാപ്പ്, ഹൗ ആർ യു? ഹായ്. മീര, ഞാൻ പോന്നു. ഡോനോ, ഇവിടം വരെ വന്നല്ലേ, കേറിയിട്ട് പോവാടോ. കമോൺ. ഇല്ല, എനിക്ക് തിരക്കുണ്ട്. തിരക്കോ? കൊള്ളാം. ചിലോട്ട് മാൻ, വാ. വാ നന്ദു, പ്ലീസ്. എന്താ ഇത്? കമോൺ മാൻ, കമോൺ. വാ മീര. വാട്ട് വിൽ യു ഹാവ്? കോഫി ഓർ കോക്ക്? നോ താങ്ക്സ്. Come on man, have something. Fresh lime എങ്ങനെ? Sir. Yeah.
1 fresh lime and coke for us. Yeah, thank you. Wrong number. ഒരു മൂഡോട്ടുണ്ടല്ലോ. യെസ്, എന്തെങ്കിലും വായിച്ചിരിക്കുക. ജസ്റ്റ് എ മിനിറ്റ്, ഞങ്ങൾക്ക് കുറച്ച് സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ട്. ഓക്കെ, കമൺ മീര. നന്ദു, പെട്ടെന്ന് വരാം, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഞാൻ പോവാണ്. മീരയ്ക്ക് വരണേ വരാം. നോൺസെൻസ്. മാനസ് മാൻ മാനസ്. പറഞ്ഞില്ലേ തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്? പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ്. ഒരു എത്തി നോട്ടോ യാത്ര പറച്ചിലും. ഒന്ന് വെയിറ്റ് ചെയ്യടോ. റോങ് നമ്പർ. മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ ഗൗതം. കുറച്ചായി സഹിക്കുന്നു. ഒരു റോങ് നമ്പർ. ഐ ആം നന്ദകുമാർ. യു ക്യാൻ കോൾ മീ നന്ദു. യു ഗെറ്റ് മീ? നോ. ഐ മീൻ ഹൗ ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ഷൗട്ടിംഗ് വേണ്ട. വെയിറ്റ് ചെയ്യുന്നുണ്ടേ ഇരിക്കെ, അല്ലെങ്കിൽ സീ യു. നിന്റെ ഫ്രണ്ട് കൊള്ളാം. സോ അരഗന്റ്. എന്നെ കൊണ്ടൊന്നും മീര വരുന്നുണ്ടോ? മീര വരുന്നില്ല. പറഞ്ഞില്ലേ, ഇത് കുട്ടികളെയല്ല. ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. പ്ലീസ് ഗോ ആൻഡ് ലീവ് us alone. പ്ലീസ് ഗോ. ഗൗതം, എന്താ ഇത്? നന്ദു പ്ലീസ്. മീര, this is too much. വിളിച്ച് കേറ്റി ഇരുന്ന് ഇൻസൾട്ട് ചെയ്യുന്നു. സീ മീര, എന്താ അവനിങ്ങനെ? ഓ, എന്തേലും ആവട്ടെ. ലീവ് ഇറ്റ്. വി ഹാവ് അവർ ഓൺ പ്രോബ്ലംസ്. ഇല്ല, യു ഇൻസൾട്ടഡ് മൈ ഫ്രണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഞാൻ നോ, അവൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. ശരി, സമ്മതിച്ചു. അത് വിട്ടുകള. ലെറ്റ് us കം ടു ദ പോയിന്റ്. എനിക്ക് തീരുമാനം അറിയണം. അത് നീ പറഞ്ഞതിന് കേൾക്കണം. ഇനിയും നീട്ടിക്കൊണ്ട് പോയാൽ എന്റെ പ്ലാനൊക്കെ തെറ്റും. പറ, എന്താ നിന്റെ തീരുമാനം? അച്ഛൻ വരട്ടെ. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അത് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. യു ആർ സെൽഫിഷ്, യു ആർ ജെലസ്. ഞാൻ പോവാ. എന്താ എന്താ നിനക്ക് പറയാനുള്ളത്? എന്തായാലും പറഞ്ഞോളൂ. അയാളത്ര ശരിയല്ല. ആരാ നന്ദു? മനസ്സിലായില്ലേ? വേഷവും കെട്ടി പൊങ്ങച്ചവും കാണിച്ച് മുറി ഇംഗ്ലീഷും പറഞ്ഞു നടക്കുന്ന തന്റെ ആ ഫ്രണ്ടില്ലേ, മിസ്റ്റർ ഗൗതം, അയാള് തന്നെ. വേഷം കെട്ട് പോട്ടെ, അയാളുടെ പെരുമാറ്റം ഞാൻ അനുഭവിച്ചതാ. അയാള് വെറും ചീപ്പാ. ഞാൻ കണ്ടു. ആഹാ, എന്താ കണ്ടത്? തുറന്നു പറ, കേക്കട്ടെ. അത് പറയാൻ തന്നെ എനിക്ക് ചമ്മല. അയാൾ ഇത്രക്ക് ചീപ്പാന്ന് അറിഞ്ഞില്ല. ഏയ് പറയടാ, കേക്കട്ടെ. അത് കോളേജ് വിടുന്ന സമയത്ത് ആയിട്ടൊരു ചെത്തലുണ്ട് ഓപ്പലാസ്ട്രയില്. എന്നിട്ട് സൈഡിൽ പാർക്ക് ചെയ്ത് ജയൻ സ്റ്റൈലിൽ ചാരി എന്ന് വായി നോക്കിയൊരു നെൽപ്പും വിമല കോളേജിന്റെ ഫ്രണ്ടില്. അത് വിമൻസ് കോളേജാ. ഹോ, കണ്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി. ചീപ്പാ, തനി ചീപ്പ്. ആ, അത് ചീപ്പ് തന്നെയാ. ആ, അത് മാത്രോ? ആ റിസോർട്ടിന്റെ മാനേജർ മനക്കലെ വാസുവട്ടം പറഞ്ഞതാ, അവിടെ ദിവസവും രാത്രി വെള്ളമടിയാ. എന്നിട്ട് ഒക്കെ വാള് വെച്ച് ചളവാക്കും. അറിയില്ലേ, വൊമിറ്റിംഗ്. അല്ല, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുക, ശരിക്കും ആരാ ഇയാള്? മീരയ്ക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ഒപ്പം പോകാൻ ധൈര്യം വന്നു? അച്ഛന്റെ വലിയ ഫ്രണ്ടാ. ശരിക്കും പറഞ്ഞാ ഒരു ഫാമിലി ഫ്രണ്ട്. വെറും ഒരു ഫ്രണ്ട്, പക്ഷെ എന്താ അധികാരം? 12 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. സ്കൂളിലും കോളേജിലും ഒക്കെ എന്റെ സീനിയർ ആയിരുന്നു. അല്ല, ഇനി വേറെ എന്തെങ്കിലും? അല്ല, ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? സ്റ്റേറ്റ്സിൽ നിന്ന് MBA കഴിഞ്ഞു. മാത്രമല്ല, ലക്ഷക്കണക്കിന് സമ്പാദിക്കാനുള്ളൊരു ജോലിയും കിട്ടി. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. പുള്ളിക്കാരന്റെ ഒരു മിനിറ്റിന് ലക്ഷങ്ങളാ വില. പിന്നെ എൻ്റെ അച്ഛൻ മാത്രമല്ല, ഗൗതം നേരിട്ടും
എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുക. എന്താ എന്താ പെട്ടെന്നൊരു എന്നിട്ട് മീര എന്ത് പറഞ്ഞു? ഞാൻ നോന്ന് പറഞ്ഞിട്ടില്ല. എസ് ഒന്നും പറഞ്ഞിട്ടില്ല.